ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 78-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 7 തുടങ്ങി 11 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ മനസ്സിലാക്കിയത് അനാഥ സംരക്ഷണത്തിനെ കുറിച്ചായിരുന്നു. അനാഥകളുടെ സ്വത്ത് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന് അല്ലാഹു നമ്മളെ ഉണർത്തി. വിവാഹത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും അവരോട് നീതി കാണിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്തവർ ഒരിക്കലും അനാഥകളെ വിവാഹം കഴിക്കരുത്. അല്ലാത്ത സ്വതന്ത്ര സ്ത്രീകളിൽ നിന്നും 2, 3, 4 പേരെ വിവാഹം ചെയ്യുക എന്നാണ് അല്ലാഹു പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അനാഥകൾക്ക് കൃത്യമായി അവരർഹിക്കുന്ന മഹർ നൽകാൻ ഇവർക്ക് കഴിയില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവർ ആ വിവാഹത്തിന് നിൽക്കണ്ട എന്നാണ് പറഞ്ഞത്. പിന്നെ അള്ളാഹു പറഞ്ഞത് സ്ത്രീകൾക്ക് അവരുടെ വിവാഹ മൂല്യങ്ങൾ, അത് മഹറുകൾ പുരുഷന്മാർ വളരെ തൃപ്തിയോടുകൂടി കൊടുക്കാൻ പറഞ്ഞു. ഈ മഹർ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. ഒരിക്കലും അത് ആ കുട്ടിയുടെ പിതാവിനോ അല്ലെങ്കിൽ ഭർത്താവിന് തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അല്ല. ഈ മഹറിൻ്റെ പൂർണ്ണ അവകാശം സ്ത്രീക്കുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീക്ക് നിശ്ചയിക്കാം എന്നാണ്, എനിക്ക് ഇത്ര മഹർ വേണമെന്ന് ഒരു സ്ത്രീക്ക് നിശ്ചയിക്കാം എന്നാണ്. അന്നത്തെ കാലത്ത് ഒരുപാട് വലിയ മഹറുകളൊക്കെ, വലിയ സംഖ്യയൊക്കെ സ്ത്രീകൾ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ പലപ്പോഴും പുരുഷന്മാർക്ക് സാമ്പത്തികമായി അത്ര ഉന്നതിയിലല്ലാതിരുന്ന പുരുഷന്മാർക്ക് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ കിട്ടാത്തൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഈ മഹറിനൊരു പരിധി നിശ്ചയിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ കുത്തുബയിൽ ഇങ്ങനെ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ അപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു എന്നാണ്, അള്ളാഹു ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന കാര്യത്തിൽ പരിധി വെക്കാൻ ഉമറെ താങ്കൾക്ക് എന്താണ് അധികാരം എന്ന് ചോദിച്ചു എന്ന്. അപ്പോൾ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ആ ഒരു അഭിപ്രായത്തിൽ നിന്നും പിന്മാറി പറഞ്ഞു, അള്ളാഹു അവർക്ക് നൽകിയതാണത്, അവർ ചോദിക്കുന്നത് അവർക്ക് മഹറായി കൊടുക്കുക എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ മഹർ കൊടുക്കാൻ പറ്റാണ്ട് പുരുഷന്മാർ വഴിതെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അവരെ ഭാര്യമാരായി സ്വീകരിക്കാൻ പറയണത്. അതുകൊണ്ടാണ് അവരെ. അപ്പോൾ അതുകൊണ്ട് 2 ഗുണമാണുള്ളത്. പുരുഷന്മാർ വഴിതെറ്റിപ്പോവില്ല. ഈ അടിമകളായ സ്ത്രീകൾക്കും അവരൊരു ചരക്ക് മാത്രമല്ല, അല്ലേ, കച്ചവട വസ്തു മാത്രമല്ല, അവരും സ്ത്രീകളാണ്, അവർക്കും ജീവിക്കണം. അതുകൊണ്ടാണ് അടിമ സ്ത്രീകളുടെ വിഷയത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതൊരിക്കലും ഇന്നിപ്പോൾ നമ്മളുടെ കീഴിൽ ജോലി ചെയ്യണ ഒരാളോട് അങ്ങനെ പെരുമാറണം എന്നോ അല്ലെങ്കിൽ അതുപോലെ അവരെ ഉപയോഗിക്കാമെന്നോ ഒന്നുമല്ല അർത്ഥാക്കണത്. പിന്നെ അള്ളാഹു പറഞ്ഞതാണ്, അനാഥകൾ പ്രായപൂർത്തി എത്തിയാൽ അവരെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അവർ ഈ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി അവർക്കായെങ്കിൽ മാത്രമാണ് അവർക്കത് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറയണത്. അപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു സാക്ഷി ഉണ്ടായിരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. പിന്നെന്താ, കണക്ക് നോക്കാൻ അള്ളാഹു തന്നെ മതിയല്ലേ, നിങ്ങൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നോ. ഇപ്പോൾ ധനികനായ ഒരാളാണെങ്കിൽ അതിൽ നിന്ന് ഒന്നും എടുക്കാണ്ട് മാന്യത പുലർത്തണം എന്ന് അള്ളാഹു പറഞ്ഞു. ഇനി ഈ അനാഥയെ സംരക്ഷിക്കുന്ന ആൾ ദരിദ്രനാണ് എങ്കിൽ ഇവരുടെ സ്വത്തിൽ നിന്നും മാന്യമായ രീതിയിൽ ഉപയോഗിച്ചോളാനും അള്ളാഹു പറഞ്ഞു. വളരെ കൃത്യമായിട്ട് അള്ളാഹു അനാഥകളുടെ വിഷയം പറഞ്ഞു തരാണ്. ഇനി അള്ളാഹു അടുത്ത പേജിൽ പറയണത് അനന്തരാവകാശ സ്വത്തിനെ കുറിച്ചാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അനന്തരാവകാശം ഉണ്ടായിരുന്നില്ല. പിതാവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് അതിൽ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് അള്ളാഹു ഇനിയുള്ള ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا. ഇവിടെ അള്ളാഹു പറയണത്, മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ വിട്ടുപോയ സ്വത്തിൽ പുരുഷന്മാർക്കും ഓഹരിയുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഓഹരിയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. അവിടെ പ്രത്യേകം അള്ളാഹു 2 പേരെയും വേർതിരിച്ച് തന്നെ പറയുന്നുണ്ട്.
ലിരിജാലി പുരുഷനുണ്ട്, നസീബ് എന്ന് വെച്ചാൽ ഓഹരിയാണ്, മിമ്മ തറക്കൽ വാലിദാൻ, തറക്കാന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക, വാലിദാൻ എന്ന് വെച്ചാൽ മാതാപിതാക്കളാണ്. അപ്പോൾ മാതാപിതാക്കൾ വിട്ടുപോയ, അതായത് അവർ മരണപ്പെട്ടു പോകുമ്പോൾ ബാക്കി ഇവിടെ വിട്ടേച്ചു പോകുന്ന സ്വത്തിൽ പുരുഷന്മാർക്ക് ഓഹരിയുണ്ട്. വൽ അഖറബൂൻ, മാതാപിതാക്കൾ മാത്രമല്ല അടുത്ത കുടുംബ ബന്ധുക്കളും അവർ മരണപ്പെട്ടാൽ അവരുടെ സ്വത്തിലും ഈ പുരുഷന്മാർക്ക് ഓഹരിയുണ്ട്. പിന്നെ അള്ളാഹു പറയുന്നു വലിന്നിസ, സ്ത്രീകൾക്കുമുണ്ട് നസീബുൻ ഒരു ഓഹരിയുണ്ട്, മിമ്മ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ. പുരുഷന് പറഞ്ഞ മാതിരി തന്നെ അള്ളാഹുയുടെ സ്ത്രീക്കും പറയാണ്, മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ വിട്ടേച്ചു പോകുന്ന സ്വത്തിൽ സ്ത്രീകൾക്കും ഓഹരിയുണ്ട്. മിമ്മ കല്ല, അതെത്ര കുറച്ചാണെങ്കിലും അതിലൊരു ഓഹരിയുണ്ട്, മിൻഹു അതിൽ ഓഹരിയുണ്ട്, ഔ കസുർ അത് ധാരാളമാണെങ്കിൽ. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ വളരെ കുറച്ച് സ്വത്തേ ഉള്ളൂവെങ്കിൽ ഇനിയിപ്പോൾ അത് സ്ത്രീകൾക്കൊന്നും കൊടുക്കണ്ട ഞങ്ങൾ തന്നെ എടുത്തോളാം എന്ന് പറയാൻ പറ്റൂല. എത്ര കുറച്ചാണെങ്കിലും എത്ര അധികമാണെങ്കിലും അതിൽ സ്ത്രീക്കും പുരുഷനും ഓഹരിയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. നസീബം മഫ്റൂല, അള്ളാഹു നിർണയിക്കപ്പെട്ട ഓഹരി, അള്ളാഹു തന്നെ അതിന് കണക്ക് വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് നിങ്ങൾ അതിനൊരു കണക്ക് നിശ്ചയിക്കേണ്ട എന്നാണ് പറയുന്നത്. അള്ളാഹു അതിനൊരു കൃത്യമായ ഓഹരി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, ഫർളാക്കിയിട്ടുണ്ട് എന്ന്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, നിങ്ങൾ ഈ സ്വത്ത് ഭാഗം ചെയ്യണ സമയത്ത് ആ സമയത്ത് നിങ്ങളുടെ കുടുംബക്കാരോ അനാഥകളോ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളോ ഒക്കെ അവിടെ ഹാജരുണ്ടായാൽ, നിങ്ങളുടെ അടുത്ത് ഉണ്ടായാൽ നിങ്ങൾ എന്തെങ്കിലും അവർക്ക് കൊടുക്കണം എന്ന്, എന്തെങ്കിലും നിങ്ങളെ കൊണ്ടാവുന്നത് അവർക്ക് കൊടുക്കണം, അവരോട് വളരെ മര്യാദപ്പെട്ട വാക്ക് പറയണം എന്നാണ് അള്ളാഹു പറയണത്. എത്രയോ നല്ല രീതിയിലാണല്ലേ അള്ളാഹു നമുക്ക് കാര്യങ്ങൾ വിശദാക്കി തരണേ. ആയത്ത് നോക്കാം. വ ഇദാ ഹലറ, ഇതാന്ന് വെച്ചൊരു സന്ദർഭമാണ്, വാവ് മുമ്പത്തെ ആയത്തിനോട് ജോയിൻ ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ് നമ്മളോട് സംസാരിക്കണേന്ന് അർത്ഥം അല്ലേ. ഇതാ ഹലറ, ഹലറ എന്ന് വെച്ചാൽ ഹാലർ നമുക്കറിയാം, ഇവിടെ പ്രസൻ്റ് ആയാൽ, ഇവിടെ ഹാജരായാൽ, അൽ ഖിസ്മത്ത ഈ ഭാഗം വെക്കണ സമയത്ത് ഈ ഹാജരുണ്ടായാൽ ആരൊക്കെയാണ്? ഉലുൽ ഖുർബ അടുത്ത ബന്ധുക്കൾ, വൽ യതാമ അനാഥകളും, വൽ മസാക്കീൻ സാധുക്കളും, ഫർസുഖൂഹും എന്നാൽ അവർക്ക് നിങ്ങൾ കൊടുക്കുക, മിൻഹു അതിൽ നിന്ന്, ഈ നിങ്ങൾ ഭാഗം വെക്കണ ആ സ്വത്തിൽ നിന്നും എന്തെങ്കിലും അവർക്ക് കൊടുക്കുക. വഖൂലു നിങ്ങൾ അവരോട് പറയുകയും ചെയ്യുക, ലഹും അവരോട്, ഖൗലൻ മഅറൂഫ മര്യാദപ്പെട്ട വാക്ക് പറയുകയും ചെയ്യുക. ആർക്കൊക്കെയാണെന്ന് അള്ളാഹു പറഞ്ഞില്ലേ? ഉലുൽ കുർബ എന്ന് വെച്ചാൽ എന്താ? ഈ നിശ്ചിത അവകാശമൊന്നും ലഭിക്കാത്ത എന്നാൽ നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥകൾ വരികയാണ്, അല്ലെങ്കിൽ സാധുക്കളായ തീരെ പാവപ്പെട്ട ആളുകളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗം വെക്കണ ഈ സ്വത്തിൽ നിന്നും എന്തെങ്കിലും ചെറിയൊരു തുക, നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒരു തുക നിങ്ങൾ അവകാശികളെല്ലാവരും കൂടി ആലോചിച്ചു കൊണ്ട് കൊടുക്കുക. എന്നിട്ട് അവരോട് നല്ല രീതിയിൽ പറയാം, ഞങ്ങൾക്ക് ഇത്ര ഇപ്പോൾ തരാൻ പറ്റുള്ളൂ കേട്ടോ എന്നൊക്കെ നല്ല രീതിയിൽ അവരോട് സംസാരിക്കുക. ഇനിയല്ല, ഭാഗം വെച്ചതിന് ശേഷം ഓരോരുത്തരും അവർക്ക് പറ്റണ രീതിയിൽ ഈ അവിടെ ഹാജരുള്ള ആളുകൾക്ക് കൊടുക്കണം എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ സൂറത്തു ഖാഫിൽ അള്ളാഹു ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്, തോട്ടക്കാരുടെ കഥ. അവർ തോട്ടത്തിൽ നിന്നും വിളവ് പറിക്കാൻ സമയത്ത് അവരുടെ പിതാവ് ഇത് തോട്ടത്തിൽ നിന്ന് വിളവെടുക്കുന്ന സമയത്ത് പാവപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അവിടെ ഈ തോട്ടത്തിന് ചുറ്റുമുള്ള കൃഷിക്കാർക്കും അവിടെ വരണ പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ പിതാവിൻ്റെ മരണശേഷം മക്കൾ ഈ വിളവെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവർ നേരത്തെ പ്ലാൻ ചെയ്തു, നമ്മളിത് വിളവെടുക്കണ അടുത്തുള്ളവരൊക്കെ കണ്ടാൽ വരും, ഈ പാവപ്പെട്ടവരൊക്കെ വരും, അപ്പോൾ അവർക്ക് കൊടുക്കണ്ടേ. കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവർ നേരത്തെ പ്ലാൻ ചെയ്തു, എന്താ നമുക്ക് നേരം വെളുക്കണേലും മുമ്പ് ഇരുട്ടത്ത് തന്നെ പോയിട്ട് എല്ലാം വിളവെടുത്തിട്ട് പോരാ എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ ഇവിടുന്ന് പോണത്. പക്ഷേ ഇവരവിടെ ചെന്നപ്പോഴത്തേനും എന്താ കണ്ടത്? ഇവർക്ക് ഇവരുടെ തോട്ടം തന്നെയാണോ എന്ന് മനസ്സിലാവാത്ത രീതിയിൽ അള്ളാഹു അതിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് പാടുണ്ട്, നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ ആദ്യം കൺസിഡർ ചെയ്യണം എന്നാണ്. എന്തൊരു അനുഗ്രഹം നമുക്ക് കിട്ടിയാലും അവർക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അതിൽ നിന്ന് എല്ലാം എടുത്ത് കൊടുക്കാനല്ല അള്ളാഹു പറഞ്ഞത്. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കഴിയാവുന്നത് നിങ്ങൾ കൊടുക്കുക, എന്നിട്ട് അവരോട് നല്ല വാക്ക് പറയുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. നമുക്കതിൽ ബർക്കത്തുണ്ടാവും, നമ്മളതൊരു നഷ്ടമായിട്ട് കാണരുത്. ഇപ്പോൾ അത് കൊടുപ്പോയി ആൾ വന്നിരുന്ന കാരണം അത് കൊടുക്കേണ്ട വന്നു നമ്മൾ വിചാരിക്കേണ്ട, നമ്മൾ ആ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ബർക്കത്തുണ്ടാവും എന്ന് തന്നെയാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ദുർബലരായ മക്കളെ വിട്ടേച്ചു പോകേണ്ട വന്നാൽ, അതായത് നമ്മുടെ മക്കളൊന്നും പ്രായപൂർത്തി എത്താത്ത പക്വത എത്താത്തൊരു പ്രായത്തിൽ നമ്മൾ അവരെ വിട്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്താവുമെന്ന് നമ്മൾ പേടിക്കുകയാണെങ്കിൽ, അങ്ങനെ പേടിക്കുന്ന ഒരാളുകൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ്, ഏറ്റവും നല്ല രീതിയിലുള്ള വാക്കുകൾ പറയട്ടെ എന്നാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയണത്. അപ്പോൾ രണ്ടഭിപ്രായമാണ് അതിന് പറയണത്. ഒന്നെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മക്കളൊന്നും പ്രായപൂർത്തിയായിട്ടില്ല, ഇപ്പം ഞാൻ മരണപ്പെട്ട എൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കും എന്നോ അല്ലെങ്കിൽ അവരുടെ ഭാവിയെ കുറിച്ച് പേടി തോന്നുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? അവരെ സ്വത്തിൽ നിന്ന് അധികമൊന്നും വസിയത്ത് ചെയ്യാണ്ട് അയാളുടെ സ്വത്ത് അവരുടെ അനന്തരാവകാശികൾക്ക് കിട്ടത്തക്ക രീതിയിൽ സൂക്ഷിച്ച് വെക്കാനാണ് പറയണത്. അതിനൊരു സംഭവം പറയുന്നുണ്ട്. സഅദ് ബിനു അബീ വക്കാസ് റളിയല്ലാഹു അൻഹു രോഗിയായ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ധനത്തിൽ നിന്നും വലിയൊരു ഭാഗം ദാനം ചെയ്യാനായിട്ട്, വസിയത്ത് ചെയ്തു വെക്കാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ചോദിച്ചു.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അനുവാദം നൽകിയില്ല. അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് അത്രയും വസിയത്ത് ചെയ്യണം എന്ന് അത്രയും ഉണ്ടെങ്കിൽ മാക്സിമം സ്വത്തിൻ്റെ 1/3 മതി, അതിൽ കൂടുതൽ ഒരാൾക്കും വസിയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് തന്നെ ധാരാളമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ അവകാശികളെ ജനങ്ങളോട് കൈനീട്ടുന്ന ദരിദ്രരായി വിട്ടുപോകുന്നതിനേക്കാൾ അവരെ ധനികരായി വിട്ടുപോകുന്നതാണ് താങ്കൾക്ക് നല്ലത് എന്ന്. കാരണം ഉള്ള സ്വത്തിൻ്റെ അധിക ഭാഗം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വസിയത്ത് ചെയ്താൽ ഈ മക്കൾ പിന്നീട് പട്ടിണിയാവും അല്ലേ, അനന്തരാവകാശികൾ. ചില വാപ്പന്മാരുണ്ട്, മക്കളോട് എന്തെങ്കിലും ദേഷ്യം തോന്നി അവർക്ക് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്വത്ത് വേഗം അനാഥാലയത്തിനോ അല്ലെങ്കിൽ പള്ളിക്കോ അങ്ങോട്ട് എഴുതി വെക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോഴും അറിവില്ലാത്ത ആളുകളുണ്ട്. ഇപ്പോൾ മക്കളില്ലാത്ത ആളുകൾ, ഇത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതെൻ്റെ സ്വത്ത് ബാക്കി സഹോദരങ്ങൾക്ക് പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ട് വേഗം അതങ്ങോട്ട് ദാനം ചെയ്തു വെക്കും. അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല എന്ന്. ഒരാളുടെ സ്വത്തിൻ്റെ മാക്സിമം 1/3 മാത്രമാണ് വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന്. തൻ്റെ അനന്തരാവകാശികളെ ദരിദ്രരാക്കി വിട്ടുപോണേക്കാട്ടും നല്ലത് അവർ ധനികരായിരിക്കണത് തന്നെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അടുത്തൊരു അഭിപ്രായം ഈ ആയത്തിനെ കുറിച്ച് പറയണത്, നമുക്കിപ്പോൾ നമ്മുടെ മക്കൾ പ്രായപൂർത്തിയാവാത്ത മക്കളെ ഒറ്റയ്ക്കിട്ട് പോകുമ്പോൾ നമ്മൾ എന്തോരം പേടിയുണ്ടല്ലേ, നമ്മൾ അവരുടെ കാര്യത്തിൽ അവരെങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ പേടിക്കണ പോലെ മറ്റുള്ളവരുടെ കാര്യത്തിലും നിങ്ങൾക്ക് ആ പേടി ഉണ്ടായിരിക്കണം. ഇപ്പം അനാഥകളുടെ കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കണം അല്ലേ. അവരുടെ വാപ്പ മരണപ്പെട്ടു പോയാൽ അവരെങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യത്തിലും നിങ്ങൾക്ക് ഭയമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൽ വളരെ സൂക്ഷ്മത പുലർത്തണം എന്നാണ് ഈ ആയത്തുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കണമെന്നാണ് മറ്റൊരു അഭിപ്രായം. അപ്പോൾ ആയത്ത് നമുക്ക് നോക്കാം. വല്യഖ്ഷ, ഖഷ്യ എന്ന് വെച്ചാൽ എന്താണ്? ഭയം അല്ലേ. ആരെങ്കിലും ഭയപ്പെട്ടാൽ അല്ലെങ്കിൽ ഭയപ്പെടട്ടെ. അല്ലദീന ലൗ തറക്കു, യാതൊരു കൂട്ടർ തങ്ങൾ വിട്ടുപോയാൽ, മിൻ ഖൽഫിഹിം, തങ്ങളുടെ ഖലഫ എന്ന് വെച്ചാൽ പിൻഗാമികളായി വരുന്നവരല്ലേ. അങ്ങനെ വരണവരെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, ദുർരിയത്തൻ, സന്തതികളെ കുറിച്ച്, ആഫൻ എന്ന് വെച്ചാൽ എന്താ? ദുർബലരായ, നമ്മൾ ഹദീസ് ലഈഫാണെന്നൊക്കെ പറയില്ലേ, ആ വാക്ക് തന്നെ. അപ്പോൾ ദുർബലരായ സന്താനങ്ങളെ വിട്ടേച്ചു പോകുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ, ഖാഫു, അവർ ഭയപ്പെട്ടു, അലൈഹിം, അവരുടെ വിഷയത്തിൽ, ഈ സന്താനങ്ങളുടെ വിഷയത്തിൽ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഫല്യത്തഖുല്ല, അങ്ങനെയുള്ളവർ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. വല്യഖൂലു, അവർ പറയുകയും ചെയ്യട്ടെ, ഖൗലൻ സദീദ, നല്ല വാക്ക്, ചൊവ്വായ വാക്ക് ആളുകളോട് പറയുകയും ചെയ്യട്ടെ എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞു തന്നത്. ഇപ്പം അനാഥകളുടെ മറ്റുള്ള മക്കളുടെ വിഷയത്തിലാണ് ഇപ്പോൾ അള്ളാഹു കൂടുതലും പറയണതെന്നാണ് നമുക്ക് മനസ്സിലാവണം ഈ ആയത്ത് വായിക്കുമ്പോൾ അല്ലേ. എന്താണ്? നമ്മൾ നമ്മുടെ മക്കളെ വിട്ടേച്ച് പോകുമ്പോൾ ഭയപ്പെടുന്ന പോലെ തന്നെ മറ്റുള്ള അനാഥ മക്കളുടെ വിഷയത്തിലും നിങ്ങൾ ഭയപ്പെടട്ടെ എന്ന്. നിങ്ങൾ ആ കുട്ടികളോട് ഏറ്റവും നല്ല രീതിയിലുള്ള സംസാരിക്കുക, ചൊവ്വായ വാക്ക് പറയുക എന്നാണ് പറഞ്ഞത്. പിന്നെന്താണ്? സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവണത്. ഇനി അടുത്ത ആയത്തിലും അള്ളാഹു അനാഥകളുടെ സ്വത്തിനെ കുറിച്ച് തന്നെയാണ് പറയണത്. ആരെങ്കിലും അനാഥ മക്കളുടെ സ്വത്ത് അന്യായമായി തിന്നാൽ അല്ലെങ്കിൽ അന്യായമായി ഉപയോഗിച്ചാൽ അവരത് നിറയ്ക്കുന്നത്, അവരുടെ വയറുകളിൽ നിറയ്ക്കുന്നത് തീയാണ്, അവർ വഴിയെ നരകത്തിൽ കിടന്നെരിയും എന്നാണ് അള്ളാഹു പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. ഇന്നല്ലദീന യഅ്കുലൂന, ഇന്ന നിശ്ചയമായും, അല്ലദീന യാതൊരു കൂട്ടർ, യഅ്കുലൂന, അക്കലാന്ന് വെച്ചാൽ തിന്നുന്നു എന്നാണ്. അപ്പം യഅ്കുലൂന തിന്നുന്ന ആളുകൾ, അംവാലൽ യത്താമ, യത്തീമിൻ്റെ സ്വത്ത്, യത്തീമിൻ്റെ സ്വത്തുക്കളെ തിന്നുന്ന ആളുകൾ, ലുൽമൻ, അക്രമമായി. എങ്ങനെയാണ്? അക്രമമായിട്ടാണ് തിന്നണം അല്ലേ. നമ്മൾ നേരത്തെ അള്ളാഹു പറഞ്ഞു, തീരെ കഴിവില്ലാത്ത ദരിദ്രനാണെങ്കിൽ മാന്യമായ രീതിയിൽ അവരെ സ്വത്തിൽ നിന്ന് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഇവിടെ അള്ളാഹു പറഞ്ഞത് അക്രമമായി, അവരുടെ സ്വത്ത് അവർ വളരുന്നതനുസരിച്ച് വേഗം എടുത്ത് അതൊക്കെ നമ്മുടെ സ്വത്തിനോട് കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കണവരെ കുറിച്ചിട്ടാണ് ഈ പറയണത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഇന്നമായ കുലൂന, നിശ്ചയമായും അവർ തിന്നുക മാത്രമാണ് ചെയ്യുന്നത്, ഫീ ബുതൂനിഹിം നാറ, അവരുടെ വയറുകളിൽ അവർ എന്താണ് തിന്ന് നിറയ്ക്കുന്നത്? തീയാണ് നിറയ്ക്കുന്നത്. വസയസ്ലൗന, വഴിയെ അവർ കിടന്നെരിയും. സഈറ, നരകത്തിൻ്റെ മറ്റൊരു പേരാണല്ലേ സഈർ, കത്തിയെരിയുന്ന നരകത്തിൽ അവർ കിടന്നെരിയുകയും ചെയ്യും എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. ഇത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ. 7 വൻപാപങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു പാപമാണ് എന്ത്? അനാഥകളുടെ സ്വത്ത് ഭക്ഷിക്കുക എന്നുള്ളത്. ഇവിടെ അള്ളാഹു ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താണ്? അനന്തര സ്വത്ത് ഭാഗിക്കണ സമയത്തും അനാഥകളുടെ മേൽ നിങ്ങൾ അനീതി കാണിക്കരുത്, അവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് അള്ളാഹു ഇവിടെ പറയണത് അല്ലേ. ഇനി അടുത്ത ആയത്ത്, 11ാമത്തെ ആയത്ത് എന്ന് പറയുന്നത് അനന്തരാവകാശ സ്വത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. ഈ സൂറത്തിലെ 11, 12 ആയത്തുകളും അവസാനത്തെ ആയത്തായ 176ാമത്തെ ആയത്തുമാണ് അനന്തര സ്വത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 11ാമത്തെ ആയത്തിൽ അള്ളാഹു പറയണത് മക്കൾക്കും മാതാപിതാക്കൾക്കും കിട്ടണ വിഹിതം എത്രയൊക്കെയാണെന്നാണ്. അതായത് മാതാപിതാക്കൾ മരണപ്പെട്ടാൽ, ഒരു പിതാവ് മരണപ്പെട്ടാൽ മക്കൾക്ക് എത്ര സ്വത്ത് കിട്ടും, ഇനി മക്കളാണ് മരണപ്പെട്ടെങ്കിൽ മാതാപിതാക്കൾക്ക് എത്ര സ്വത്ത് കിട്ടും എന്നുള്ള വിഷയമാണ് അള്ളാഹു അടുത്ത ആയത്തിൽ നമുക്ക് പറഞ്ഞു തന്നത്.
അപ്പോൾ അള്ളാഹു ഈ ആയത്ത് തുടങ്ങണത് തന്നെ അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. വസിയത്ത് ചെയ്യാന്ന് വെച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളോട് കൽപ്പിക്കുന്നു. പിന്നെ അള്ളാഹുവിൻ്റെ ഈ വസിയത്ത് അല്ലാണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ഇനി ഇതിൽ വേറെ കണക്കുകൾ ഉണ്ടാക്കാൻ പറ്റൂല എന്നാണ് അള്ളാഹു ആദ്യം തന്നെ പറയണത്. യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്തിരിക്കുന്നു എന്നാണ് പറയണത്. അപ്പം ആദ്യം പറയണത് നിങ്ങളുടെ മക്കളുടെ ഓഹരിയാണ്. ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് 2 പെൺകുട്ടിയുടെ ഓഹരി ഉണ്ടായിരിക്കും എന്ന് അള്ളാഹു ആദ്യം പറഞ്ഞു തരാണ്. അതായത് ഒരു പിതാവിന് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ആ ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ഇരട്ടി അല്ലെങ്കിൽ 2 പെൺകുട്ടികളുടെ ഓഹരിയാണ് ഈ ആൺകുട്ടിക്ക് ഉണ്ടാവുക എന്നാണ് അള്ളാഹു ആദ്യം പറഞ്ഞു തരുന്നത്. ഇനി നിങ്ങൾ പെൺകുട്ടികൾ മാത്രമാണ് മക്കളായിട്ടുള്ളൂ, 2 അല്ലെങ്കിൽ 2-ൽ കൂടുതലോ പെൺകുട്ടികൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അവർക്ക് കിട്ടണം എങ്ങനെയാണ്? ഈ പിതാവിൻ്റെ സ്വത്തിൻ്റെ 2/3 ഭാഗം മാത്രമാണ് മക്കൾക്ക് കിട്ടുക. പക്ഷെ നമ്മുടെ നാട്ടിൽ കണ്ടുവരണ അങ്ങനെയൊന്നും അല്ല അല്ലേ, ഉള്ളത് മുഴുവൻ മക്കൾക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു പിതാവിന് ആകെ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ ആ പെൺകുട്ടിക്ക് പിതാവിൻ്റെ സ്വത്തിൻ്റെ പകുതിയേ കിട്ടുള്ളൂ, ബാക്കി പകുതി മറ്റവകാശികളിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും അതിബുദ്ധി കാണിക്കുമല്ലേ, ഇങ്ങനെ പെൺകുട്ടികൾ മാത്രമുള്ളവർ എന്ത് ചെയ്യും, ഈ മരണപ്പെട്ട് കഴിഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് പോവുള്ളൂ. അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ മക്കളുടെ പേരിൽ അങ്ങോട്ട് എഴുതി വെച്ച് കൊടുക്കും. അത് അള്ളാഹുവിന് മനസ്സിലാവില്ലേ, അള്ളാഹുവിൻ്റെ നിയമത്തിനെ ഇവർ മാറ്റിമറിക്കുകയാണല്ലേ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അള്ളാഹു പ്രത്യേകം എടുത്ത് പറയാണ്, ഒരു പെൺകുട്ടി മാത്രമാണുള്ളതെങ്കിൽ വാപ്പാടെ സ്വത്തിൻ്റെ പകുതി അതായത് 50% കിട്ടും. ഇനി പെൺകുട്ടികൾ 2-ൽ കൂടുതലോ പെൺകുട്ടികളാണുള്ളതെങ്കിൽ വാപ്പാടെ സ്വത്തിനെ 3ആയിട്ട് ഭാഗിച്ചിട്ട് അതിൽ 2 ഭാഗം ഈ പെൺകുട്ടികൾക്ക് തുല്യമായിട്ട് എടുക്കാം, ബാക്കി ഒരു ഭാഗം മറ്റവകാശികളിലേക്ക് പോകും. ഇനി ആൺകുട്ടികൾ മാത്രമാണെങ്കിലോ ആൺകുട്ടികൾക്ക് അത് തുല്യമായി വീതിച്ചെടുക്കാം. ആണും പെണ്ണും ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു 2 പെണ്ണിൻ്റെ ഓഹരി ആൺകുട്ടിക്ക് കൊടുക്കണം. അപ്പോൾ അത്രയുമാണ് മക്കളുടെ കാര്യത്തിൽ അള്ളാഹു വസിയത്ത് നൽകിയത്. ഇനി മാതാപിതാക്കൾക്ക് എത്ര കിട്ടും? ഇപ്പോൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കളാണ് മരണപ്പെടണമെങ്കിൽ അവർക്ക് എത്ര വിഹിതമൊക്കെ കിട്ടും എന്നാണ് അള്ളാഹു അടുത്തതിൽ പറയണത്. ഇനി ഒരാൾ മരണപ്പെട്ടു, അയാളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, ഇയാൾക്ക് മക്കളും ഉണ്ടെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും 6/1 ഭാഗം വെച്ച് കിട്ടും. 6ആയി ഡിവൈഡ് ചെയ്താൽ അതിൽ ഓരോ ഭാഗം മാതാവിനും കിട്ടും പിതാവിനും കിട്ടും മക്കളുണ്ടെങ്കിൽ. ഇനി ഇദ്ദേഹത്തിന് മക്കളില്ല, മക്കളുമില്ല സഹോദരങ്ങളുമില്ല, വേറെ ആരുമില്ല, ഈ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ, ഭാര്യയോ മക്കളോ സഹോദരങ്ങളോ ഒന്നും ഇല്ലാണ്ട് അനന്തരമെടുക്കാൻ വാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂവെങ്കിൽ ഈ മാതാവിന് 1/3 കിട്ടുക. ബാക്കി 2/3 ഭാഗമാർക്ക് പോവും, വാപ്പാക്കാണ് പോവുക. അവിടെയും സ്ത്രീയുടെ ഇരട്ടി തന്നെയാണ് പുരുഷന് കൊടുക്കണം അല്ലേ. അള്ളാഹു മാതാവിന് കിട്ടുന്നതിൻ്റെ ഇരട്ടി പിതാവിന് കിട്ടും. ഇനി മരണപ്പെട്ട ആൾക്ക് മക്കളില്ല, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ടെങ്കിൽ ഈ മാതാവിന് 6/1 ഭാഗം തന്നെയാണ് കിട്ടുകയുള്ളൂ. ബാക്കി 6/5 ഭാഗവും പിതാവിനാണ് പോവുക. പിന്നീട് പിതാവിൻ്റെ കാലശേഷം അത് ബാക്കിയുള്ള സഹോദരങ്ങളിലേക്ക് കിട്ടും. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. മക്കൾക്കും മാതാപിതാക്കൾക്കും എത്രയൊക്കെ ഓഹരി വെച്ച് കിട്ടും എന്നാണ് പറയണത്. ഇതെങ്ങനെയാണ് ഭാഗിക്കേണ്ടത്? ഈ മരണപ്പെട്ട ആൾക്ക് വല്ല കടമോ വസിയത്തോ ഉണ്ടെങ്കിൽ അത് കഴിച്ചതിന് ശേഷമാണ് ഈ ഭാഗം ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. കടമുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വീട്ടേണ്ടത് ഈ കടമാണ്. ഇയാളുടെ സ്വത്ത് കടം വീട്ടി കഴിയുമ്പോൾ തീർന്നു പോയാൽ പിന്നെ ഭാഗിക്കാനൊന്നുമില്ല, പിന്നെ ഓഹരി എനിക്ക് ഇത്ര ഓഹരി എന്നൊന്നും പറയാൻ പറ്റില്ല. ആദ്യം കടം ഉണ്ടെങ്കിൽ കടം വീട്ടണം, അത് കഴിഞ്ഞിട്ട് വല്ല വസിയത്തുണ്ടെങ്കിൽ അത് നിർവഹിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. പിന്നെ അള്ളാഹു ഈ ആയത്തിൽ പറയണത്, നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് മാതാപിതാക്കളാണോ മക്കളാണോ നിങ്ങൾക്ക് ഉപകാരത്തിൽ കൂടുതൽ അടുത്തത് എന്ന് അല്ലേ. നമുക്ക് പറയാൻ പറ്റൂല, ചിലപ്പോൾ മക്കളേലും ഉപകാരം നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ കൊണ്ട് ഉണ്ടാവും. അപ്പോൾ അള്ളാഹു ഇവിടെ പറയുകയാണ്, നിങ്ങൾക്കതറിയില്ല, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഓഹരിയാണിത്. നമുക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഇതൊരു നീതിപൂർവ്വമല്ല എന്നൊക്കെ തോന്നിയേക്കാം അല്ലേ. പലരും പറയും സ്ത്രീകൾക്ക് പുരുഷൻ്റെ പകുതിയേ ഉള്ളൂ എന്നൊക്കെ പറയും അല്ലേ. അള്ളാഹു പക്ഷെ ഇവിടെ പറഞ്ഞേക്കണം എങ്ങനെയാണ്, സ്ത്രീയുടെ ഓഹരീനെ ആധാരമാക്കിയിട്ടാണ് പുരുഷൻ്റെ ഓഹരി പറഞ്ഞേക്കണത്. കാരണം അന്ന് സ്ത്രീകൾക്ക് യാതൊരു ഓഹരിയും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതല്ലേ. അപ്പോൾ ഇവിടെ സ്ത്രീക്ക് ഒരു ഓഹരിയാണെങ്കിൽ പുരുഷന് 2 ഓഹരി എന്ന് പറഞ്ഞു. അത് സ്ത്രീയുടെ ഇരട്ടി പുരുഷനുണ്ട് എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീക്ക് ഒരു തരത്തിലുമുള്ള സാമ്പത്തിക ബാധ്യത ഇസ്ലാം അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച് തരണില്ല. അപ്പം പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന് സ്വത്തിൽ നിന്ന് മാതാപിതാക്കളെ നോക്കണം, മക്കളെ ഭാര്യനെ ഒക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം പുരുഷനുണ്ട്. എനിക്ക് ആകെ കുറച്ച് സ്വത്തുള്ളൂ, എനിക്ക് അവരെയൊന്നും നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഭർത്താവിന് ചെലവഴിക്കാനോ ഭർത്താവിന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനോ പറ്റില്ല. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര സ്വത്തുണ്ടെങ്കിലും അത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ അവൾക്ക് യാതൊരു ബാധ്യതയില്ല. മക്കൾക്കോ ഭർത്താവിനോ മാതാപിതാക്കൾക്കോ ചെലവഴിക്കണം എന്നൊരു നിയമവുമില്ല.
ആകെ സ്ത്രീയുടെ മേൽ ബാധ്യതയുള്ളത് അവളുടെ കയ്യിലുള്ള സ്വത്തിന് കൃത്യമായ സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് മാത്രമാണ്. ബാക്കി മറ്റുള്ളവർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കുറ്റവും ഈ സ്ത്രീക്ക് വരാൻ പോണില്ല. അതുകൊണ്ടാണ് അള്ളാഹു പുരുഷന് 2 ഓഹരിയും സ്ത്രീക്ക് 1 ഓഹരിയും വെച്ചിട്ടുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീക്ക് തന്നെയാണ് പുരുഷനേക്കാൾ കൂടുതൽ സ്വത്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് കിട്ടണമെന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ അവിടെ അള്ളാഹു ഒരിക്കലും സ്ത്രീകളോട് അനീതി കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഇനി ഈ ആയത്ത് അവതരിക്കണ ഒരു സന്ദർഭം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അറബികൾക്കിടയിൽ കൃത്യമായ ഒരു നീതിയോട് കൂടിയുള്ളൊരു വിഭജനമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവർ പറഞ്ഞത് എന്താണ്, കുട്ടികൾക്കും സ്ത്രീകൾക്കൊന്നും സ്വത്തവകാശം വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ അവർ പറയണത്, യുദ്ധം ചെയ്യാനും നാടിന് വേണ്ടി ചെറുക്കാനും കഴിവുള്ളവർക്ക് മാത്രമേ സ്വത്തിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അവർ കുട്ടികളെയും സ്ത്രീകളെയും ഒന്നും ഈ അനന്തരാവകാശ സ്വത്തിൽ പരിഗണിക്കാറുണ്ടായിരുന്നില്ല. ഈ ആയത്ത് അവതരിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ ഭർത്താവ് സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ആളാണ്. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ ഈ 2 പെൺകുട്ടികളെയും കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നേക്കണത്. അദ്ദേഹം ഷഹീദായപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വന്നിട്ട് മുഴുവൻ സ്വത്തും എടുത്തുകൊണ്ട് പോയി. ഈ മക്കൾക്ക് ഒന്നും ബാക്കി വെച്ചില്ല. ഇവർക്ക് വല്ല സ്വത്തും ഉണ്ടായിരുന്നാലല്ലാതെ ഇവരെ ആരും വിവാഹം കഴിക്കുകയില്ല എന്നാണ് ഈ സ്ത്രീ വന്നിട്ട് പരാതി പറയണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതിൻ്റെ ഈ ഒരു വിഷയത്തിൽ അള്ളാഹു ആണ് തീരുമാനമെടുക്കേണ്ടത്, അള്ളാഹു തീരുമാനമെടുത്തുകൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ അനന്തരാവകാശ സ്വത്തിൻ്റെ ആയത്ത് അവതരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആയത്ത് അവതരിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുട്ടികളുടെ പിതാവിൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു. നിങ്ങൾ 2/3 ഭാഗം ഈ പെൺകുട്ടികൾക്ക് കൊടുക്കണം, മാതാവിന് അതായത് ഈ കുട്ടികളുടെ ഉമ്മാക്ക് അല്ലെങ്കിൽ സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയ്ക്ക് 8/1 കൊടുക്കണം എന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് നിങ്ങൾക്ക് എടുക്കാം എന്നും പറഞ്ഞു. ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വത്തിൻ്റെ ഓഹരി അടുത്ത 12ാമത്തെ ആയത്തിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ 8/1 എപ്പോൾ കിട്ടും അല്ലെങ്കിൽ 4/1 എപ്പോൾ കിട്ടും എന്നൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അനന്തര സ്വത്ത് ഉണ്ടാവുന്നുള്ളൂ. മരണപ്പെടുന്നതിന് മുമ്പ് ഒരു പിതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു മക്കൾക്ക് ചെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഓഹരി ഇങ്ങെടുത്താന്ന് പറയാൻ യാതൊരു അധികാരവുമില്ല. മരണപ്പെടുന്നത് വരെ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അയാളുടെ പൈസ അയാൾക്ക് ചെലവഴിക്കാം. പക്ഷേ ചില പിതാക്കൾ എന്ത് ചെയ്യും, പറഞ്ഞു വയ്ക്കുമല്ലേ, അത് മക്കൾക്ക് വസിയത്ത് ചെയ്തു വെക്കും. എങ്ങനെ, എൻ്റെ മൂത്ത മോന് 50% കൊടുക്കണം, രണ്ടാമത്തെ മോനോട് ചിലപ്പോൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല, അയാൾക്ക് വേണമെങ്കിൽ ഒരു 20% മതി, പെൺകുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയൊന്നും വസിയത്ത് ചെയ്യാനായിട്ട് ഇവിടെ പറ്റൂല. കാരണം അള്ളാഹു നേരത്തെ തന്നെ മക്കൾക്ക് വസിയത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ കുടുംബത്തിലും ഓരോ തരത്തിലാണ് കാര്യങ്ങൾ കാണുന്നത് അല്ലേ. പലതിലും പല പല കണ്ടീഷനുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്, മക്കൾക്ക് നേരത്തെ തന്നെ വസിയത്ത് ചെയ്ത് വെക്കാൻ പറ്റില്ല. എങ്ങനെ, അള്ളാഹു പറഞ്ഞ പരിധിയിൽ വിട്ടുകൊണ്ട് വസിയത്ത് ചെയ്യാനായിട്ട് പറ്റൂല. പക്ഷേ അള്ളാഹു പറഞ്ഞ ഈ പ്രകാരം തന്നെ ആയിരിക്കണം വസിയത്ത് ചെയ്യേണ്ടത്. അത് വേണമെങ്കിൽ ഒരു പിതാവിന് പറഞ്ഞു വെക്കാം അല്ലേ, എൻ്റെ കാലശേഷം അല്ലെങ്കിൽ ഇന്ന ഭാഗം ഇന്ന മോനക്ക് അല്ലെങ്കിൽ ഇന്ന ഭാഗം ഇന്ന മോൾക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു വെക്കാൻ പറ്റും. പക്ഷേ അത് അള്ളാഹു പറഞ്ഞ പരിധി പ്രകാരം തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ആദ്യം ഓർത്തു വെക്കേണ്ടത്. പിന്നെ മനസ്സിലാക്കേണ്ടത്, അനന്തരാവകാശ സ്വത്ത് കിട്ടുന്ന ആർക്കാണ്, ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ളവർക്കാണ്. അതായത് ഇപ്പോൾ മക്കൾ ജീവിച്ചിരിക്കെ പേരക്കുട്ടികൾക്ക് ഒരു വല്യപ്പാട് സ്വത്തിൽ അവകാശം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു പിതാവിന് അല്ലെങ്കിൽ ഒരാൾക്ക് 3 ആൺകുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു മകൻ നേരത്തെ മരണപ്പെട്ടു പോയി, ആ മരിച്ച മകന് മക്കളും ഉണ്ട്. പക്ഷേ ഈ പിതാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഈ വല്യപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ പേരക്കുട്ടികൾക്ക് ഇദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്നും യാതൊരു ഓഹരിയും ഇല്ല. കാരണം ബാക്കി മക്കൾ ജീവിച്ചിരിപ്പുണ്ട് അല്ലേ, ബാക്കി 2 ആൺകുട്ടികൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവർക്കേ ഈ സ്വത്ത് പോകുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ വസിയത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. ഈ വല്യപ്പ മരണത്തിന് മുമ്പ് തന്നെ സ്വത്തിൻ്റെ 1/3 ഭാഗമാണ് മാക്സിമം വസിയത്ത് ചെയ്യാൻ പറ്റുക. അത് ഈ പേരക്കുട്ടികളുടെ പേരിൽ വസിയത്ത് ചെയ്യാം. ഇനിയൊരു പിതാവ് മരണപ്പെട്ടു, ആ മരണപ്പെട്ട ഉടനെ തന്നെയാണ് അയാളുടെ മകനും മരണപ്പെടണമെങ്കിൽ, പക്ഷേ ആ അനന്തര സ്വത്തിൽ ഈ മകനും അവകാശമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് സ്വത്തുടമയുടെ മരണത്തിന് ശേഷം ഏതെങ്കിലും ഒരു അവകാശി മരണപ്പെടുന്ന പക്ഷം അവൻ മരിച്ച ഉടനെ തന്നെ ആയാലും ശരി അയാളുടെ അവകാശം ഇല്ലാതാവണില്ല. അയാളുടെ ഓഹരി അയാളുടെ അവകാശികൾക്ക് നൽകപ്പെടണം എന്നാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഈ ഒരാൾ വിട്ടേച്ചു പോയ സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നാണയം മാത്രമല്ല, ഭൂമി ഉണ്ടാവും, അല്ലെങ്കിൽ അയാളുടെ ബാങ്ക് ബാലൻസ്, അയാൾക്ക് എന്തെങ്കിലും ഷെയറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ അയാൾ വിട്ടേച്ചു പോയ എല്ലാതും. ഇപ്പോൾ ഒരു കഷ്ണം തുണി ഉണ്ടെങ്കിൽ അതുവരെ കൃത്യമായി ഭാഗിക്കണം എന്നാണ്. അതും അനന്തരാവകാശ സ്വത്തിൽ പെട്ടതാണ്. ഇനി അള്ളാഹു നിർണയിച്ച ഈ ഓഹരിയിൽ ഒരു തരത്തിലുള്ള മാറ്റം വരുത്താനും ആർക്കും അധികാരമില്ല. ഇപ്പോൾ മരണപ്പെട്ട ആളുടെ മക്കൾ പലരും പല സാമ്പത്തിക
അവസ്ഥയിലുള്ളവരായാലും ശരി, ഇനി ഒരാൾ ദരിദ്രനാണ് അതുകൊണ്ട് ഇയാൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കട്ടെ എന്നങ്ങനെ പറയാൻ ആർക്കും അധികാരമില്ല. അള്ളാഹു പറഞ്ഞ രീതിയിൽ തന്നെ ഭാഗിക്കുക. പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ കൊടുക്കാം. സമ്പത്ത് അധികമുള്ള സഹോദരന് വേണമെങ്കിൽ സമ്പത്തില്ലാത്ത ആൾക്ക് അയാളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ ഭാഗിക്കേണ്ടത് എപ്പോഴും അള്ളാഹു പറഞ്ഞ രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഓർത്തു വെക്കേണ്ടത്. ഈ അനന്തരാവകാശ സ്വത്തിൻ്റെ അവകാശികളെ അള്ളാഹു 2 തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. നിശ്ചിത ഓഹരി കണക്കാക്കപ്പെട്ട ആളുകളും നിശ്ചിത ഓഹരി, കൃത്യമായൊരു ഓഹരി നിശ്ചയിക്കപ്പെടാത്ത ആളുകളും. അവരെ പറയണത് അസബ എന്നാണ്. അപ്പോൾ ആദ്യം ഈ നിശ്ചിത ഓഹരി കണക്കാക്കിയ ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ അള്ളാഹു 6-1 കൊടുക്കണം 8-1 കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവർക്കുള്ളത് ആദ്യം കൊടുത്തിട്ട് പിന്നെയാണ് ബാക്കിയുള്ള അസബ കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ ഭാഗിക്കേണ്ടതെന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ ഈ പകുതി 6-1 8-1 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അയാളുടെ മൊത്തം സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കേണ്ടതെന്നാണ് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ആയത്തിൽ നിന്നും നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റണത്. ഈ വിഷയത്തിൽ പല മഹാന്മാരും ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ തന്നെയാണ് നമുക്ക് ഓരോ കണ്ടീഷനിലും എങ്ങനെയൊക്കെയാണ് ഭാഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ആയത്തൊന്ന് നോക്കാം. യൂസീക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങൾക്ക് വസിയത്ത് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ വസിയത്ത് എന്ന് വെച്ചാൽ ഇവിടെ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ. എന്താണ് പറഞ്ഞിരിക്കണമെന്ന് നോക്കാം. ലിദ്ദക്കരി, ആണിനുണ്ട്, മിസ്ലു, തുല്യമായത്, ഹല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അംശം, ഹല്ലിൽ ഉൻസയൻ, 2 പെണ്ണിൻ്റെ അംശത്തിന് തുല്യമായത് ഒരു ആണിനുണ്ട് എന്ന് അള്ളാഹു ആദ്യം പറഞ്ഞു തന്നു. ഫഇൻ കുന്ന, ഇനി അവരായിരുന്നാൽ, നിസാഅൻ, ഈ മക്കൾ സ്ത്രീകൾ മാത്രമായിരുന്നാൽ അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമായിരുന്നാൽ, ഫൗക്കസ്നതൈനി, 2 മീതെ 2 കൂടുതൽ പെൺകുട്ടികൾ മാത്രമാണ് ഈ മരണപ്പെട്ട ആൾക്കുള്ളതെങ്കിൽ, ഫലഹുന്ന, എന്നാൽ ഈ കുട്ടികൾക്കുണ്ട് സുലുസാ മാ തറക്, അദ്ദേഹം വിട്ടുപോയതിൻ്റെ 3/2 ഭാഗമുണ്ട്. അപ്പോൾ ഇവിടെ 2-ൽ കൂടുതൽ എന്നാണ് പറഞ്ഞേക്കണേ. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞത് 2 മക്കളാണെങ്കിലും ഇങ്ങനെ തന്നെയാണെന്നാണ് പറയണത്. പിന്നെ വ ഇൻ കാനത്ത്, ഇനി അവളായിരുന്നാൽ, വാഹിദത്തൻ, ഒരാൾ, അതായത് ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ, ഫലഹൻ നിസ്ഫ്, എന്നാൽ ആ പെൺകുട്ടിക്ക് എന്തുണ്ട്? നിസ്ഫ് എന്ന് വെച്ചാൽ പകുതി. ആ പിതാവിൻ്റെ സ്വത്തിൻ്റെ പകുതിയാണ് ഈ പെൺകുട്ടിക്ക് കിട്ടുക. വലി അബവൈഹി, ഇനി അവൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കുകയും ഈ മരണപ്പെട്ട ആളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ലിക്കുല്ലി വാഹിദിൻ, അവർ ഓരോരുത്തർക്കുമുണ്ട്, മിൻഹുമ, ഈ 2 ആളിൽ നിന്നും, സുലുസ്, 6-1 വീതമുണ്ട്, മിമ്മാ തറക്ക, ഈ മരണപ്പെട്ട ആൾ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ 6-1 ഈ 2 പേർക്കും ഉണ്ടായിരിക്കും. ഇനി അള്ളാഹു കണ്ടീഷൻ പറയാണ്, ഇൻ കാന ലഹു വലത്, ഈ മരണപ്പെട്ട ആൾക്ക് സന്താനങ്ങൾ ഉണ്ടായാൽ, മരണപ്പെട്ട ആൾക്ക് സന്താനങ്ങൾ ഉണ്ടെങ്കിൽ 6-1 മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും കിട്ടും, 6-1 വീതം കിട്ടും. ഇനി ഫഇല്ലം യകുൻ ലഹു വലത്, ഇനി മരണപ്പെട്ട ആൾക്ക് സന്താനങ്ങളില്ല, വവരിസഹു, അങ്ങനെ അനന്തരം എടുക്കുന്നത് ആരാണ്? അബവാഹു, ഈ മാതാപിതാക്കൾ മാത്രമാണ് ഇയാളെ അനന്തരം എടുക്കുന്നതെങ്കിൽ, ഫലി ഉമ്മിഹി സുലുസ്, മാതാവിന് 3/1 ഭാഗമാണ് ഉണ്ടാവുക. അപ്പോൾ ബാക്കി 2 ഭാഗം ആർക്കാണ് പോവുക? 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്താൽ 1 ഭാഗം മാതാവിന് കിട്ടും, ബാക്കി 2 ഭാഗം പിതാവിനാണ് കിട്ടുക. അതെങ്ങനെയാണ് കണ്ടീഷൻ? മാതാപിതാക്കൾ മാത്രമാണ് ഈ മരണപ്പെട്ട ആളെ അനന്തരം എടുക്കുന്നതെങ്കിൽ. ഇനി ഫഇൻ കാന ലഹു ഇഖ്വത്തുൻ, ഈ മരണപ്പെട്ട ആൾക്ക് സഹോദരങ്ങളുണ്ട്, അതായത് മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, മക്കളൊന്നും ഇല്ലാത്ത കണ്ടീഷനാണെങ്കിൽ, ഫലി ഉമ്മിഹി സുലുസ്, ഈ മാതാവിന് 6-1 മാത്രമേ കിട്ടുകയുള്ളൂ, ബാക്കി 6/5 ഭാഗവും പിതാവിനാണ് പോകുക, വേറെ ആരും അനന്തരാവകാശികളായിട്ട് ഇല്ലാത്ത കണ്ടീഷനിൽ. മിംബാദി വസിയ്യത്തിൻ യൂസി ബിഹ ഔദൈൻ, ഇദ്ദേഹത്തിൻ്റെ വസിയ്യത്തിനും അല്ലെങ്കിൽ കടമുണ്ടെങ്കിൽ അതിനും ശേഷമായിരിക്കണം ഈ ഭാഗം വെക്കേണ്ടത് എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. ഇനി അള്ളാഹു പറഞ്ഞു, ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ, വ അബ്നാഉക്കും, നിങ്ങളുടെ പുത്രന്മാരും, ലാ തദറൂന, നിങ്ങൾക്കറിയുകയില്ല, അയ്യുഹും, അവരിൽ ആരാണ്, അഖറബുലക്കും, നിങ്ങളോട് ഏറ്റവും അടുത്തതെന്ന്, എന്തിലെ? നഫ് ആ, ഉപകാരത്തിൽ. അതായത് ഈ മക്കളാണോ മാതാപിതാക്കളാണോ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുക എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് അറിയൂല, അത് അള്ളാഹുവിനെ അറിയുള്ളൂ എന്ന്. ഫരീളത്തൻ മിനല്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്നും നിർണയിക്കപ്പെട്ട ഓഹരിയാണ്, ഫർലാക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് യാതൊരു മാറ്റവും വരുത്താൻ പറ്റൂല എന്നാണ് അള്ളാഹു ഇവിടെ പറയണത്. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, കാന, ആകുന്നു, അലീമൻ, സർവജ്ഞനാകുന്നു, ഹക്കീമ, അഗാധജ്ഞനാകുന്നു. നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ അള്ളാഹു പറയാണ്, അള്ളാഹു ആണ് എല്ലാം അറിയുന്നവനും അഗാധമായി കാര്യങ്ങൾ അറിയണ ആളും അള്ളാഹു ആണ്. ഇത് അള്ളാഹു നിശ്ചയിച്ച നിയമമാണ്, ഫർലാക്കിയതാണ് എന്നൊക്കെയാണ് അള്ളാഹു ഈ ആയത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യം അള്ളാഹു പറഞ്ഞു പുരുഷന്മാർക്ക് മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ വിട്ടേച്ചു പോയ സ്വത്തിൽ ഓഹരിയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും അതേ ആയത്ത് തന്നെയാണ് അള്ളാഹു അവിടെ പറഞ്ഞത്. സ്ത്രീകൾക്കും നിങ്ങൾ വിട്ടേച്ചു പോയ, അതായത് മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ വിട്ടേച്ചു പോയതിൽ ഓഹരിയുണ്ട്. അവിടെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു, ഈ വിട്ടുപോയ സ്വത്ത് വളരെ കുറച്ചാണെങ്കിലും ശരി കൂടുതലാണെങ്കിലും ശരി അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് അള്ളാഹു നിർണയിക്കപ്പെട്ട ഓഹരിയാണെന്നും പറഞ്ഞു ആദ്യം. പിന്നെ പറഞ്ഞു, നിങ്ങൾ ഈ ഭാഗം വെക്കണ സമയത്ത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഈ ഓഹരി നിശ്ചയിച്ച ആളുകളല്ലാണ്ട് നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ വല്ല അനാഥരുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളോ അവിടെ ഹാജരുണ്ടായാൽ നിങ്ങൾ ഈ ഭാഗം വെക്കണയിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു തുക ഈ ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുകയും വേണം. ഏറ്റവും നല്ല രീതിയിൽ അവരോട് സംസാരിക്കുകയും വേണം. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ മക്കൾ ദുർബലരായിരിക്കെ നിങ്ങൾ മരണപ്പെട്ടു പോകുമെന്ന് നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കളെ അല്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് വേണ്ടി അത് സൂക്ഷിച്ചു വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള അനാഥകളുടെ വിഷയത്തിൽ നിങ്ങൾ ആലോചിക്കുക. മറ്റുള്ള അനാഥ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, എൻ്റെ മക്കൾ ഞാൻ ഇട്ടേച്ചു പോയ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പേടിക്കണ പോലെ തന്നെ ഈ മക്കളുടെ വിഷയത്തിലും നിങ്ങൾ പേടിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവരോട് ഏറ്റവും നല്ല രീതിയിലുള്ള സംസാരിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. അല്ലെ, ഈ അനാഥ കുട്ടികളുടെ വിഷയത്തിലാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, അനാഥകളുടെ സ്വത്ത് തിന്നുന്ന ആരാണെങ്കിലും അക്രമമായി അവരുപയോഗിച്ചാൽ അവർ വയറ്റിൽ നിറയ്ക്കുന്നത് തീയാണെന്ന് അവർ അറിഞ്ഞു വെച്ചോട്ടെ. അവർ ഭാവിയിൽ നരകത്തിൽ കിടന്നരിയാൻ പോണ ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ പ്രത്യേകം നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് അള്ളാഹു അവിടെ ഓർമ്മിപ്പിച്ചത്. പിന്നെ പറഞ്ഞത് മാതാപിതാക്കൾക്കും മക്കൾക്കും എത്ര ഓഹരി ഉണ്ട് എന്നാണ് അടുത്ത ആയത്തിൽ നമുക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മക്കളുടെ കാര്യത്തിൽ ഒസിയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ആ ആയത്ത് തുടങ്ങിയത്. ആൺകുട്ടികൾക്ക് പെൺകുട്ടിയുടെ ഓഹരിയുടെ ഇരട്ടിയുണ്ട്, അഥവാ 2 പെൺകുട്ടികളുടെ ഓഹരിയാണ് ഒരു ആൺകുട്ടിക്കുള്ളത് എന്ന് അള്ളാഹു ആദ്യം പറഞ്ഞു തന്നു. ഇനി മരണപ്പെടുന്ന ആൾക്ക് പെൺകുട്ടികൾ മാത്രമാണുള്ളതെങ്കിൽ, 2 2 കൂടുതലോ പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ അവർക്ക് സ്വത്തിൻ്റെ 3/2 ഭാഗം മാത്രമായിരിക്കും കിട്ടുക. ബാക്കിയുള്ളത് മാതാപിതാക്കൾക്കോ ഈ മരണപ്പെട്ട ആളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഒക്കെയാണ് പോവുക. ഇനി മരണപ്പെട്ട ആൾക്ക് ഒരു മകൾ മാത്രമാണുള്ളതെങ്കിൽ അയാളുടെ സ്വത്തിൻ്റെ പകുതിയാണ് ഈ മകൾക്ക് കിട്ടുക. ബാക്കിയുള്ളത് ഈ പറഞ്ഞ മാതാപിതാക്കൾക്കോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ബാക്കി സഹോദരങ്ങൾക്കോ ഒക്കെ പോകും. ഇനി ഒരു മകൻ മരണപ്പെട്ടാൽ മാതാപിതാക്കൾക്ക് എത്ര കിട്ടും എന്നാണ് അള്ളാഹു അടുത്തത് പറഞ്ഞത്. ഈ മകൻ മരണപ്പെട്ടു, മകന് മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും 1/6 വീതം കിട്ടും. ഇനി മക്കളില്ലാത്തൊരവസ്ഥ, മക്കളോ ബാക്കി അവകാശികളോ ആരുമില്ല ഈ മരണപ്പെട്ട ആൾക്ക്, ഈ മാതാപിതാക്കൾ മാത്രമാണ് അനന്തരാവകാശികളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് 1/3 ഭാഗം കിട്ടും, ബാക്കി 2 ഭാഗം പാപ്പാക്കും കിട്ടും. ഇനി മരണപ്പെട്ട ആൾക്ക് മക്കളില്ല, മാതാപിതാക്കളും ഉണ്ട്, സഹോദരങ്ങളും ഉണ്ട്. ആകെ അനന്തരാവകാശികളായിട്ട് മാതാപിതാക്കളും സഹോദരങ്ങളും മാത്രമാണെങ്കിൽ ഈ ഉമ്മാക്ക് 1/6 മാത്രമേ കിട്ടുള്ളൂ. ബാക്കി 1/5 ഭാഗവും ഈ പിതാവിനാണ് കിട്ടുക. ആ പിതാവിൻ്റെ കീഴിലാണല്ലോ ബാക്കി മക്കൾ. അപ്പോൾ ഈ പിതാവിൻ്റെ കാലശേഷം ഈ സഹോദരങ്ങൾക്ക് ഈ സ്വത്ത് കിട്ടും. അപ്പോൾ ഈ സ്വത്ത് ഭാഗിക്കേണ്ടത് എങ്ങനെയാണ്? ഈ വസിയത്തിനും കടമുണ്ടെങ്കിൽ കടത്തിനും ശേഷമാണ്, ബാക്കിയുള്ളതാണ് ഭാഗിക്കേണ്ടതെന്ന് അള്ളാഹു പറഞ്ഞു തന്നു. നിങ്ങളിൽ ആരാണ്, മക്കളാണോ പിതാക്കളാണോ മാതാപിതാക്കളാണോ നിങ്ങൾക്ക് ഉപകാരത്തിൽ ഏറ്റവും അടുത്തതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അള്ളാഹു നിശ്ചയിച്ച ഓഹരിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഇത് നിർവഹിക്കണം എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത പേജിൽ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരുടെ ഓഹരിനെ കുറിച്ചൊക്കെ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. നമുക്കത് അപ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.